നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ സന്ധ്യ ഈ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നേ? ഞാനവരെ പറ്റിച്ചതാണെന്ന് നിന്നോടാരാ പറഞ്ഞു? നീ കരുതുന്ന പോലെ ഒരു കുഴപ്പം അർച്ചനയ്ക്കില്ല. ചെന്നൈയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്താ ഉറപ്പായിട്ടും അർച്ചന പ്രസവിക്കും. അർച്ചന പറഞ്ഞ കുഞ്ഞിനോടുള്ള ആ സ്നേഹം അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അടിക്കടി അർച്ചന അവിടെ പോകുന്നതും ശിവന്റെ പേടിയും എന്നെ അകപ്പെടുത്തുകയുള്ളൂ. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതാ. പക്ഷെ അന്ന് അത് നടന്നില്ല. ഇനി അധികകാലം അതിനെ ജീവനോടെ വിടുന്ന അത്ര ബുദ്ധിയല്ല. സ്വന്തം കുഞ്ഞിനോടുള്ള വൈകാരികമായ അടുപ്പം ശിവന്റെ മനസ്സിലുണ്ട്. നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെയുള്ള കുഞ്ഞ് അയാളുടേതാണെന്ന് പറഞ്ഞ എന്റെ ജീവിതം അവിടെ തീരും. അതിനൊരു വഴിയേ ഉള്ളൂ. ശിവരാമന്റെ കുടുംബം തീരണം. ഒപ്പം ഇവിടെയുള്ള ശിവന്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കണം. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് പിറക്കുന്നതിന് മുൻപ് നെല്ലിശ്ശേരി എന്ന ഈ വീട്ടിൽ മറ്റൊരു കുഞ്ഞും വളരണ്ട. ഒരു സെറ്റിൽമെന്റിന് സമയമായിരിക്കുന്നു. 3-4 ജീവൻ എടുക്കുന്ന ഒരു ഫൈനൽ സെറ്റിൽമെന്റ്. താൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, ഭയങ്കര സന്തോഷത്തിലാ. ഞാനും സച്ചേട്ടനും അവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ മോളുടെ നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒന്നും നടക്കില്ലായിരുന്നു. അപ്പോ അവിടെ പോണോന്ന് ഈശ്വരനായി തന്നെ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാ. ജീവിതം എല്ലാവർക്കും ഒരുപോലല്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ആ കുഞ്ഞിന് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനങ്ങനെ പറഞ്ഞത് തന്റെ സന്തോഷം മുൻനിർത്തിയ. ചെയ്യണം സച്ചേട്ടാ. നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ സഹായിക്കണം. പാവങ്ങളാ. താൻ പാവാണെന്ന് പറയുന്നവരൊക്കെ നമുക്കിട്ട് പണി തരുന്നതാണല്ലോ പതിവ്. ഇതും അങ്ങനെ ആവാതിരുന്നാ മതിയായിരുന്നു. എന്ത് പണി തന്നാലും സ്വന്തം വീട്ടിലെ സ്വന്തം അനിയത്തെ പോലെ അല്ലല്ലോ അവര്. നമ്മുടെ മോളെ എടുക്കാൻ കൊതി തോന്നുമ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇന്ദു ചേച്ചിയുടെ കുഞ്ഞ് വലുതാവുമ്പോ ഈ സ്നേഹവും അടുപ്പൊക്കെ എന്നോടുണ്ടാവോ എന്തോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കുഞ്ഞു വരില്ലേ? 2-3 വർഷത്തിനകം താനൊരമ്മയാവുന്ന കാര്യം നീ മറന്നോ? അതോടെ തന്റെ വിഷമങ്ങളൊക്കെ മാറും. ഞാനൊരു അമ്മയാവുന്ന സച്ചേട്ടൻ പറയുന്ന കേൾക്കുമ്പോ തന്നെ മനസ്സിന് എന്താ ആശ്വാസാന്നറിയോ? മോളുടെ നൂലുകെട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചെന്നൈ പോണം. അവിടെ എത്ര നാള് വേണമെങ്കിലും താമസിക്കാം. പോവാം. എത്ര നാൾ അവിടെ താമസിച്ചാലും അവിടുന്ന് തിരികെ വരുമ്പോ തന്റെ വയറ്റിൽ എന്റെ കുഞ്ഞുണ്ടാവും. ഇനി പ്രസവിച്ചിട്ടാ താൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ അതുവരെ തന്നോടൊപ്പം അവിടെ നിൽക്കാനും തന്റെ സന്തോഷത്തിനു വേണ്ടി എന്തിനു ഞാൻ ഒരുക്കുക. പറയേ. ഹലോ സന്ധ്യ, എവിടെയാ? ഞാനെവിടെയാ? നിനക്കെന്ത്? നീ കാര്യം പറയാവന്തികെ. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. സന്ധ്യ ഇവിടെ വന്ന് എല്ലാരെയും ഞെട്ടിക്കുന്നൊരു വാർത്ത പറഞ്ഞു എന്നറിഞ്ഞല്ലോ. എന്ത് വാർത്ത? അർച്ചന ചെന്നൈയിൽ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അവൾക്കൊരിക്കലും പിള്ളേരുണ്ടാവില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പിന്നെ എന്തിനാ നീ ഇവിടെ വന്ന് ഇങ്ങനൊരു കള്ളം പറഞ്ഞിട്ട് പോയത്? വെറുതെ ഇവിടെ ഉള്ളവരെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. എന്തിനാ സന്ധ്യ ഈ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നേ? ഞാനവരെ പറ്റിച്ചതാണെന്ന് നിന്നോടാരാ പറഞ്ഞു? നീ കരുതുന്ന പോലെ ഒരു കുഴപ്പം അർച്ചനയ്ക്കില്ല. ചെന്നൈയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്താ ഉറപ്പായിട്ടും അർച്ചന പ്രസവിക്കും. അവരവിടെ പോയിട്ട് വരുമ്പോ അവരുടെ കയ്യില് അർച്ചന പ്രസവിച്ച കുഞ്ഞും ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതറിയാനല്ലേ നീ എന്നെ വിളിച്ചത്? ഞാൻ അങ്ങനൊരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. സന്തോഷ വാർത്തയോ?
നീ നല്ല അഭിനേത്രിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതെന്നോട് വേണ്ട കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് വിശ്വാസമാവില്ല. അതുകൊണ്ട് ഞാനിപ്പോ വെക്ക. ബൈ. വെച്ചിട്ട് പോടി. താനിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? സച്ചേട്ടാ ഒരു 2 മിനിറ്റ്. അല്ല, എന്തു പറ്റി? അല്ലെങ്കിൽ ഈ സമയമാകുമ്പോ എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ എത്തിക്കുന്ന ആളാണല്ലോ. ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ് ആ. അനഘയും സന്ദീപും വന്ന് കഴിച്ചിട്ട് പോയി. അതാ. തനിക്ക് ഭയങ്കര കൈപ്പുണ്യല്ലേ? അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് കൈപുണ്യത്തിന്റെ അല്ല സച്ചേട്ടാ, ഡബിൾ ഹോഴ്സിന്റെ പവറാ. ആ? കണ്ട, ഇതാണ് ഡബിൾ ഹോഴ്സ് ഈസി പാലപ്പം മിക്സ്. ആഹാ. വേഗത്തിൽ ഉണ്ടാക്കാവുന്ന, തേങ്ങാപ്പാൽ ചേർക്കണ്ടാത്ത, മായങ്ങളൊന്നും ഇല്ലാത്ത പാലപ്പം മിക്സ്. കഴിച്ചു തുടങ്ങിയ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. എന്നാലേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നോ രക്ഷ. അതിഭീകര ടേസ്റ്റ്. എങ്ങനെയുണ്ട് ഈസി പാലപ്പം മിക്സ്? അടിപൊളി, സൂപ്പർ. ആ. സച്ചേട്ടാ വരുന്നില്ലേ? നീ എന്തിന് അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.